നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് കൊള്ളായിരുന്നല്ലേ? നല്ല രസമുണ്ട്. ഒരു ആത്മസംതൃപ്തി കിട്ടിയ ഒരു എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഒരു ആത്മസംതൃപ്തി കിട്ടി. അമ്മാതിരിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും അവരുടേതായ പണികൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ജിസൈൽ എന്ന് പറയുന്ന രാജകുമാരിയെ നിങ്ങൾ ഇതുവരെ വാഴിക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലായോ? നമ്മളെല്ലാം തോഴികളായിരുന്നു. നമ്മളെല്ലാം വെറും പട്ടികളായിട്ടാണ് ഈ പറയുന്ന കൊതിച്ചു പട്ടികളായിട്ടാണ് നമ്മളെ കണക്കാക്കിയിരുന്നത് എന്ന് റെനയും ഈ പറയുന്ന ബിന്നിയും തിരിച്ചറിയുന്ന ദിവസമായിരുന്നു ഇന്ന് തുടക്കം പറയുകയാണെങ്കിൽ ഇന്ന് എടുത്തു പറയേണ്ട ഒരു കേസം ഗുണ്ട അക്ബർ. ഞാൻ പറയും ഗുണ്ട അക്ബറിന്റെ വിളയാട്ടമാണ് ഇന്ന് കണ്ടത്. എടാ പൊന്ന അക്ബറെ, ഇനി അക്ബറിന്റെ ഫാൻസ് ഒരു തേങ്ങ പറഞ്ഞാൽ എനിക്കൊരു ഒന്നുമില്ല, മനസ്സിലായോ? ഗുണ്ടാത്തൽ അല്ലെങ്കിൽ ഈ പറയുന്ന കൈക്കരുത്ത് കൊണ്ടല്ല ടാസ്ക് ജയിക്കാനുള്ളത്. നിന്റെ ചട്ടമ്പി തരമല്ല ഇവിടെ കാണിക്കാനുള്ളത്, നിന്റെ ഗുണ്ടാത്തരമല്ല ഇവിടെ കാണിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നീ വല്ല സുമോ ഗുസ്തിക്കും പോ. ഇവിടെ നിനക്ക് കുറച്ച് തടിയും ഈ പറയുന്ന പൊക്കവും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികളുടെ അടുത്തല്ല നിന്റെ അഭ്യാസം കാണിക്കാനുള്ളത്. അവിടെ നീ ബുദ്ധിപൂർവമായിട്ട് ടാസ്ക് കളിക്കണം. അല്ലാതെ ഇത്രയും തടിയും ആന പോലുള്ള തടിയും പൊക്കവും വെച്ചുകൊണ്ടൊന്ന് ആ പറയുന്ന നൂറേലെടുത്തും മറ്റുള്ളവർത്തെങ്കിലും തട്ടി കയറിയിട്ട് ഞാൻ വല്ല മറ്റവനാണെന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു തേങ്ങയല്ല നീ. ഇത് ഈ പറയുന്ന എന്താണ് പറയുന്നത്, ഈ ശാരീരിക ബലം കൊണ്ട് ജയിക്കാനുള്ള ഒരു സ്ഥലമല്ല ഇത്, മനസ്സിലായോ? എല്ലാ ടാസ്കിലും നീ മേൽക്കൈ നേടുന്നത് അല്ലെങ്കിൽ നീ എപ്പോഴും ഈ പറയുന്ന ശാരീരിക ബലം കൊണ്ടാണ്. ഇല്ലാതെ നിനക്ക് എന്ത് തേങ്ങ അറിയാം? ഇന്നത്തെ ടാസ്ക് മൊത്തം നീ കുളമാക്കിയില്ലേ? നീ ആരെന്നാ വിചാരം? ആര് വന്നാലും പ്രോപ്പർട്ടി എടുത്തെറിയുക, പിടിച്ചു വലിച്ചെറിയുക, അടിക്കാൻ പോവുക. നീ ആര്? ഗുണ്ടയോ? ബിഗ് ബോസിലെ ഗുണ്ടയാണോ നീ? നിന്നെ കൊണ്ട് അതിനേ പറ്റത്തുള്ളൂ. ശാരീരിക ബലം കൊണ്ട് പിന്നെ ചീത്ത വിളിച്ച് വീട്ടിലുള്ളവരെ വിളിച്ച് ഈ പറയുന്ന വൃത്തികെട്ട അഴുകി മാറിയ വാക്കുകൾ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കക്കൂസ് ഈ പറയുന്ന അക്ബർ. കക്കൂസ് അക്ബർ എന്ന് തന്നെ പറയും. അവനെ എന്തുകൊണ്ടും നീ യോഗ്യനാണ്. ഇന്നത്തെ ടാസ്ക് എന്താണ് അവൻ ചെയ്തത്? അവനൊരു പിന്നീട് യൂണിയൻ നേതാവാണ്. യൂണിയൻ നേതാവ് എന്ത് ചെയ്യണം? ഇങ്ങനെ എന്തെങ്കിലും ഒരു സമരം ഉണ്ടെങ്കിൽ യൂണിയൻ അവിടെയുള്ള തൊഴിലാളികളെ മൊത്തം കൊണ്ടുവന്ന് പിന്നെ എന്ത് ചെയ്തു ചർച്ച ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോകുന്നു. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ നേടിയിട്ട് വേണം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റത്തില്ല. നീ പറയും പോലെ അവിടെ കാര്യങ്ങൾ നടക്കും, അങ്ങനെയൊന്നുമില്ല. നീ പറയും പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവിടെയുള്ള ഈ പറയുന്ന അവിടെ തൊഴിലാളികൾ നിന്റെ കൂടെ നിൽക്കണം. ഒന്നുമില്ലെങ്കിൽ തൊഴിലാളികളെ അറിയിക്കെങ്കിലും ചെയ്യണം. നമ്മൾ ഇന്ന് സ്ട്രൈക്കാണ്, ഇന്ന് നിങ്ങൾ പണിയെടുക്കാൻ പാടില്ല എന്ന് നീ അറിയിക്കണം. നീ അതിനകത്ത് വന്ന് ഈ പറയുന്ന ചട്ടമ്പിത്തരം കാണിച്ചാൽ, നിന്റെ തിണ്ണമിടക്ക് കാണിച്ചാൽ, നിന്റെ ശാരീരിക ബലം കാണിച്ചാൽ, നിന്റെ റൗഡിത്തരം കാണിച്ചാൽ അത് മാസ് അല്ല, അത് മഹാ വേസ്റ്റ് ആണ്. മനസ്സിലായോ? നീ വേസ്റ്റ് ആണ്. നിനക്ക് ഈ പറയും പോലെ ശാരീരിക ബലം കൊണ്ട് തിണ്ണമിടക്ക് കാണിക്കാൻ മാത്രമേ അറിയാവൂ. അല്ലെങ്കിൽ ഈ വായിൽ വൃത്തികെട്ട വളരെ വിസർജ വസ്തുവിന് തുല്യമായ വാക്കുകൾ പറയാൻ മാത്രമേ നിനക്കറിയാവൂ. അല്ലാതെ നിനക്ക് ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കെൽപ്പ് നിനക്കില്ല അക്ബറെ. കക്കൂസ് അക്ബറെ, നീ കക്കൂസാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടെന്നേ. എന്തോ അവൻ ഇന്ന് കാണിച്ചത്? അവൻ വരുന്നു, അവൻ വന്ന് മറ്റേ ഗുണ്ടയെ പോലെ വരുന്നു, എല്ലാം പറക്കി എറിയുന്നു, അത് വലിച്ചെറിയുന്നു, ഇത് വലിച്ചെറിയുന്നു. എന്തോന്നല്ലേ ഇതെന്തോന്ന്? അവന്റെ കൂടെ കിടപിടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നൂറയുണ്ട്. നൂറ് എന്ത് ചെയ്യും? പക്ഷെ നൂറെ സമ്മതിക്കണം, ഇത്രയും ഒരു പെണ്ണായിട്ട് പോലും ആ തടിവാടന്റെ കൂടെ ഒറ്റയ്ക്ക് നിന്നു, ജിഷിനും നിന്നു. പിന്നെ ഷാനവാസ്, നിങ്ങളോട് ബഹുമാനം പോയ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഒരു സത്യം എന്ത് ഒരു മൊണയെ പോലെ അവിടെ നിന്ന്, മനസ്സിലായോ? ഒന്നും അറിയാൻ ഒന്നി നീ ആ ഗ്രൂപ്പിൽ പോ, അല്ലെങ്കിൽ നീ ഈ ഗ്രൂപ്പിൽ പോ. ഒരു ഗ്രൂപ്പിൽ നമ്മളെ കമാന്നൊരു അക്ഷരം മിണ്ടാതെ അവിടെ ഒരു പ്രതിമ പോലെ നീ നിന്നു. എന്തിനിടെ? ഇപ്പൊ എന്ത് ഈ അക്ബറുമായിട്ട് ഈ തെയ്യപ്പായതിനു ശേഷം അക്ബറിനോട് സംസാരിക്കാൻ പേടിയാണോ? ഷാനവാസ് വളരെ ഡിസപ്പോയിന്റഡ് ആണ് ഞാൻ. ഷാനവാസിന് ഇന്നത്തെ ഇതിൽ ഒന്നി നീ അവിടെ നില്ലേ, അവരെ കൂടെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ കൂടെ നില്ലേ. രണ്ടിടത്തും നിൽക്കാതെ പ്രതിമ പോലെ അടി ഉടനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു തേങ്ങയുടെ! 50 ചെരുപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തു. ഇവര് വന്നോർന്നെ അക്ബർ വന്നോർന്നെ എന്ത് ചെയ്തു? എല്ലാം അങ്ങ് മെഷീൻ എടുത്തുകൊണ്ട് പോകുന്നു, ഇതെടുത്തെറിയുന്നു, മറ്റെടുത്തെറിയുന്നു, അവരെ കൊണ്ടുവന്ന് വലിച്ചു വാരി അവരെന്നൊക്കെ ബലമായി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. എന്തോ വലിയ ഹീറോയിസം എന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഹീറോ ആയെന്ന്.
ഒരു തേങ്ങയായില്ല. നീ സീറോ ആണായത് ഇവിടെ. ഇവിടെ നീ സീറോ ആണത്. നീ ഇവിടെ ബുദ്ധി കൊണ്ട് കളിക്കാനുള്ള സ്ഥലമാണ്, അവിടെ ശാരീരിക ക്ഷമത കൊണ്ട് ജയിക്കാനുള്ള സ്ഥലമല്ല. അതുമല്ല, ബിഗ് ബോസ് അങ്ങനെ ഒരു സ്ഥലമേ അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നീ പോയി വല്ല മറ്റേ സുമോ കുസ്തിക്ക് വല്ലതും പോയി അവിടെ കിടന്ന് അവൻ നിന്റെ തടിയും തണ്ടുമുള്ളവൻ നിനക്ക് എതിരാളിയായിട്ട് കിട്ടും. അവന്റെ അടുത്ത് കളിച്ച് അവന്റെ അടുത്ത് തന്നെ ശാരീരിക ബലം പ്രയോഗിച്ച് അവിടെ ജയിച്ച് കാണീര്. അല്ലാതെ പെണ്ണുങ്ങളുടെ അടുത്തല്ല നിന്റെ തിന്നമെടുക്ക് കാണിക്കാനുള്ളത്. മനസ്സിലായോ? അവിടെ അല്ല കാണിക്കാനുള്ളത്. ഇവിടെ യുക്തിപരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് നടത്തണമെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ തൊഴിലാളികളെ വിളിച്ച് അവരുടെ സമ്മതം നേടണം. ഒന്നുമില്ലെങ്കിൽ ഒരു ചർച്ചയും നടത്തണം. ഇത് നിന്റെ മറ്റേ ഗുണ്ടായിസം വന്നിട്ട് ഞാൻ ഇത് ചെയ്യും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു കമ്പനിയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിരുന്ന കമ്പനിക്കാർ ചുമ്മാ ഇരിക്കുവോ? കമ്പനിക്കാർ പോലീസിനെ വഴി തന്നെ അറസ്റ്റ് ചെയ്ത് തന്നെ യഥാർത്ഥത്തിലാണെങ്കിൽ അതൊന്നും ഇവിടെ നടക്കത്തില്ലെന്നേ ഉള്ളൂ. അപ്പോ അക്ബർ എന്ന് പറഞ്ഞ ഗുണ്ട ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ട എന്ന് മാത്രം ഒരു കക്കൂസ് ഗുണ്ടയായിട്ട് മാറിയിരിക്കുന്നുണ്ട്. മനസ്സിലായോ? അത്ര എനിക്ക് പറയാനുള്ളൂ അക്ബറിന്റെ കേസിൽ. അവസാനം കോയിനുകൾ വന്നപ്പോൾ ബാക്കി എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ആദിലയ്ക്കും പിന്നീട് ആദില, നമ്മുടെ ബിന്നി, പിന്നെ വേറെ ഒരാൾക്കും കൂടി ഇവള് പിന്നെ എല്ലാം എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഗോൾഡ് ബ്ലാക്ക് 3 ഉണ്ടായിരുന്നു, 2 അഭിലാഷിനും 1 അക്ബറിനും കൊടുത്തു. അഭിലാഷും ബാക്കിയെല്ലാം അവരുടെയൊക്കെ പിന്നെ സ്റ്റെപ്പിനികളാണല്ലോ. അക്ബർ പറയുന്നത് പിന്നെന്ത് ചെയ്യുന്നു, നീനൊക്കെ എന്ന് വെച്ചാൽ പിന്നീട് കസാര എടുത്തോണ്ട് പോകുന്നു, ടേബിൾ എടുത്തോണ്ട് പെണ്ണുങ്ങളുടെ ഫ്രണ്ടിലാണ് ടേബിൾ എടുത്ത് മറിച്ചിടുന്നു. ഗുണ്ടായിസം വരെ 4 തടിയന്മാരായ 4 തടിയന്മാരെ ഗുണ്ടായികൾ പെണ്ണിന് നിൽക്കുന്നത് പെണ്ണുങ്ങളുടെ ഫ്രണ്ടില്. നാണമില്ലടാ, പോയി ചാവേണ്ടാ, പോയി ചാവടാ, ഇതിനെയും കാട്ടി നല്ലത് പോയി ചാവ്. ഇതൊരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഇന്ന് ബിന്നിക്കും റെനയ്ക്കൊക്കെ ഭൂതോദയം അല്ലെങ്കിൽ ബോധോദയം ഉണ്ടായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ജിസൈൽ എന്ന് പറയുന്ന മഹാറാണി, ജിസൈൽ അവിടെ സത്യം പറഞ്ഞ എല്ലാരെയും ഭരിച്ച് എല്ലാരെയും തന്റെ പാവാട വള്ളികളായി കൊണ്ട് നടക്കുകയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായ ദിവസമായിരുന്നു ഇന്ന്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടുന്നു. ആ വീഡിയോയിൽ എന്താണ്, ഇവര് തമ്മിലിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ജിസൈലിന് മാത്രം എപ്പോഴും പിന്നീട് അടുക്കളയിൽ കയറി ആര് ക്യാപ്റ്റൻ ആയാലും ആര് ഈ പറഞ്ഞ കിച്ചൺ ക്യാപ്റ്റൻ ആയാലും ഇവൾക്ക് അതിനകത്തുനിന്ന് ഇവള് സ്വതന്ത്രം പോലെ അവള് ചെയ്യുന്നു. അവൾക്ക് ഇഷ്ടമുള്ള ആലു പറോട്ട എല്ലാം ഇവള് ഉണ്ടാക്കി കഴിക്കുന്നു. അവൾ ചപ്പാത്തിയെ കഴിക്കൂ. മനസ്സിലായോ? ചപ്പാത്തിയും പിന്നെ ആലു ഉരുളക്കിഴങ്ങുമായിട്ടേ അവള് കഴിക്കുള്ളൂ, വേറെ ഒന്നും അവള് കഴിക്കത്തില്ല. ബാത്റൂം ഞാൻ കഴുകത്തില്ല. ക്ലോസറ്റ് കണ്ടാൽ എനിക്ക് ഓക്കാനം വരും, എനിക്ക് ഛർദ്ദിക്കാൻ തോന്നും, എനിക്ക് ഇറിറ്റേഷൻ വരും. അതുകൊണ്ട് ഞാൻ ക്ലോസറ്റ് കഴിവില്ല. എടാ നാണമില്ലല്ലോടാ പാവാടകളെ, നാണമില്ലല്ലോടാ. ഒരു പെണ്ണിന്റെ പാവാടയായി വാല് തൂങ്ങി അവളുടെ കാല് നക്കി നടക്കാൻ നിനക്കൊക്കെ നാണമില്ലല്ലോടാ. അവളെ ഇതുവരെ കൊണ്ടൊന്നും അവളെ കക്കൂസിനെ കൊണ്ട് കഴിയിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ലല്ലോടാ. നീയൊക്കെ അവിടെ ചോറും കഴിച്ച് ഈ പറയുന്ന പരിപ്പും കഴിച്ച് തിന്നോണ്ട് കിടക്കുമ്പോൾ അവിടെ ചപ്പാത്തിയും അവള് മറ്റേ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കി കഴിക്കുമ്പോഴൊക്കെ നോക്കിക്കൊണ്ടിരുന്ന അത് മറ്റേ കൈയടിച്ച് ദാസവേല പണി ചെയ്യാൻ നിനക്കൊക്കെ നാണമില്ലല്ലോടാ. നാറികളെ, നാണമില്ലാത്ത ചെറ്റകളെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂന്നേ. അവിടെയൊക്കെ ഈ അനുമോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനൊക്കെ എതിരെ പിന്നെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാരും കൂടി അനുമോളുടെ പുറത്ത് കയറി. അനുമോളുടെ പുറത്ത് കയറാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന കക്ഷികളാണ് ഇപ്പൊ കിട്ടിയത്. കാരണം നമ്മളെയും ഒരു യൂസ് ആൻഡ് ത്രോ ആയിട്ടാണ് അവൾ വെച്ചിരുന്നത്, നമ്മളെയും ഒരു ദാസിയായിട്ട് നമ്മളെയും യൂസ് ചെയ്യുകയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴാണ് ഉണ്ടായത്. കുത്തിത്തിരിപ്പ് ബിന്നിക്ക് ഇപ്പോഴാണ് ഉണ്ടായത്. ഇന്ന് ചപ്പാത്തി ജഷിൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുക, എവിടെ ഉണ്ടാക്കുകയാണ്, എവിടെ ഉണ്ടാക്കണമെന്നാണ് ഇവള് കഴിക്കണം. ഇവൾക്ക് കഴിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് ഈ പറയുന്ന എല്ലാം കഷ്ണം കൊടുക്കും പോലെ 1-2 ഉണ്ടാക്കി കൊടുക്കും. അത് പിന്നെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ചപ്പാത്തിയുടെ പാൻ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ ഒരു മന്ദബുദ്ധി, വരണവനും പോണവനും എല്ലാം ഇവളുടെ അടിമയായി പോയല്ലോ എന്നുള്ളതാണ്. ഈ പ്രവീണ് അവളുടെ അടിമയാണ്. അവള് പറയുന്നു ഞാൻ ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കിക്കോ എന്ന് പറയുന്നു. അവള് സൗകര്യം പോലെ ഉണ്ടാക്കി കഴിക്കുന്നു. അതിനുശേഷം ഈ പ്രവീണ് വന്ന് ഇടപെട്ട് വീണ്ടും അവളെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവൾ ഉണ്ടാക്കി കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് ചോറ് ആര്യന് അവൾക്ക് മാത്രം ചോറില്ല. എങ്ങനെ? അതില് ഇന്ന് റെന ചോദിക്കുന്നതിന്റെ കേസുണ്ട്. ആര്യമെന്ന് പറയുന്നു ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിച്ചു, എനിക്കും ഈ പറയുന്ന ജിസൈലിനും ചോറ് കിട്ടിയില്ല. അപ്പൊ റെന ചോദിക്കുന്നു നീ കിച്ചൺ ടീമിലുള്ളതല്ലേ? അതെ. അപ്പൊ നിനക്ക് അറിഞ്ഞൂടെ എങ്ങനെ വിളമ്പണം? എടാ കുറച്ചുണ്ടെങ്കിൽ അതനുസരിച്ച് വിളമ്പണം. നീ അതല്ല, നിനക്കും ജിസൈലിനും കിട്ടാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങൾ ചോറെല്ലാം കൊടുത്തു തീർത്തിട്ട് നിങ്ങൾ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും ഉണ്ടാക്കി കഴിച്ചു, നിങ്ങൾ ആലു പറാട്ട ഉണ്ടാക്കി കഴിച്ചു. ആണോ? അതാണോ? ഇതൊക്കെ മനസ്സിലാക്കാനും ഒരു പാവാട ലോക പാവാടയായ ഈ കക്കൂസ് അക്ബർ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഒന്നും കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല.
എനിക്ക് തോന്നുന്നു ജിസൈലിന്റെ അടുത്ത് എന്തോ ഈ പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ ശരിയല്ല എന്ന് പതുക്കെ പറഞ്ഞു. ജിസൈൽ പറഞ്ഞു നിങ്ങൾ എവിടെ നോക്കി എവിടെ വേണേ ചെയ്യാം, ആരെങ്കിലും ഉണ്ടോ, ചുണയുണ്ടെങ്കിൽ എന്നെ ഇവിടെ മാറ്റാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അക്ബറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ കമാന്നൊരു മിണ്ടാതെ അവളെ പാവാടയായി അങ്ങ് പോകുന്നവരെ കാണി. ഇത്രയും അടി നടന്നിട്ട് അക്ബർ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, ഇവിടെ ന്യായം ഇവരുടെ ഭാഗത്താണ്. ഇവിടെ പറയണം, ആ തുറക്കണമെങ്കിൽ ജിസൈലിന് എഗെയിൻസ്റ്റ് പറയണം. അത് പറ്റത്തില്ല. എന്റെ രാജകുമാരിയാണ്, നമ്മുടെ സ്വപ്ന സുന്ദരിയാണ്, നമ്മുടെ ഭൂലോക രംഭയാണ്, അവളെ എങ്ങനെ ഞാൻ കുറ്റപ്പെടുത്തും? നാണമില്ലല്ലോടാ കക്കൂസുകളെ, നാണമില്ലല്ലോ നിനക്കൊക്കെ. ഒരു പെണ്ണിന്റെ കുറച്ച് ഒരു ഹിന്ദിക്കാർ ഏതോ ഒരു ബോംബെ ഒരുത്തി വന്ന് ഇത്തിരി പൊക്കവും കുറച്ച് ശരീരഭാഗങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചപ്പോ പട്ടികളെ പോലെ എവളുടെ ഈ ചെരുപ്പ് നക്കി നടക്കാൻ നിനക്കൊക്കെ നാണമില്ലല്ലോടാ, നാണോ? ഇത്രയും സീസണിൽ ഇതുപോലെ ഒരു പെണ്ണിന്റെ ഫ്രണ്ടിൽ ബാക്കിൽ നടക്കുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ പെടക്കോയുടെ ബാക്കിൽ നടക്കുന്ന പൂവന്മാരെ പോലെയാണ് ഈ പറയുന്ന അക്ബറും ബാക്കി ടീമും. മനസ്സിലായോ? എല്ലാം അക്ബർ ആയിക്കോട്ടെ, ഉണിയിലായിക്കോട്ടെ, ആര്യൻ പിന്നെ വേണ്ടല്ലോ. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം, ഈ പറയുന്ന ആര്യനും ജിസൈലും നിന്ന് ഓരോ കള്ളങ്ങൾ, എത്ര കള്ളം വരെ വിളിച്ചു പറയുന്നത്. അതുപോലെ കള്ളങ്ങളാണ് കുറെ എണ്ണം കേട്ടിട്ട് ഇപ്പം കുറെ എണ്ണം ജിസൈലിന്റെയും ആര്യന്റെയും മൂട് താങ്ങി നടക്കുന്നത്. ഞാൻ അന്നേ പറഞ്ഞു, എവളും നാക്കെടുത്ത കള്ളം മാത്രമേ പറയുള്ളൂ. എവളും ഈ പറയുന്ന എവളും ആര്യനും തമ്മിൽ അവിടെ ഉടായ്പ കാണിച്ചിട്ടുണ്ട്. അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അതിന് സമയം ഇനിയും ഉണ്ട്, ഇനിയും ദിവസങ്ങളുണ്ട്. ഓരോന്നോരോന്നിട്ട് പൊളിയുന്നില്ലേ? അവളുടെ അഹങ്കാരം പുറത്തു വന്ന് തുടങ്ങിയ ജിസൈൽ ആരാണെന്ന് ഇനിയാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. മനസ്സിലായോ? ആര്യൻ പോയി ചാവട, ആര്യ പോയി ചാവട. ഇതിനെയും കട്ടിപ്പോയി നീ അവളുടെ അടിപ്പാവടയും കഴുകിക്കൊണ്ട് നടന്നോ? നീ അവളുടെ അടിപ്പാവടയും ചട്ടിയൊക്കെ കഴുകി അവളെ സുഖിപ്പിച്ച് കിടന്നോ? നാണമില്ലാത്ത ആണുങ്ങളുടെ വില പോലും കളയാൻ വേണ്ടി നടക്കുന്ന ഒരു പരനാറി. മനസ്സിലായോ? അവനാണ് ഈ പറയുന്ന ആര്യൻ. ആണുങ്ങളുടെ വില കളയാൻ നടക്കുന്ന കുറെ എണ്ണം, ഒരു നാണവും ഉളുപ്പവും ഇല്ലാത്ത കുറെ എണ്ണം, ഒരു തീര പാവാട താങ്ങി നടക്കുന്ന കുറെ എണ്ണം, അവളുടെ വാടിയും അടിപ്പാവാടിയും ചട്ടിയും കഴുകാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറെ എണ്ണം, അവൾ എന്ത് ചെയ്താലും ഓംബ്ര എന്ന് പറയുന്ന കുറെ എണ്ണം, അവളെ മണപ്പിച്ചുകൊണ്ട് കിടക്കുന്ന കുറെ വൃത്തികെട്ടവന്മാര്. ഇതാണ് ബിഗ് ബോസ് സീസൺ 7 ഇപ്പൊ നടക്കുന്നത്. ഒരു മാറ്റമില്ല. അതിന്റെ കൂടുതൽ കൂടുതൽ തെളിവുകൾ നിങ്ങൾക്ക് ഇനി കിട്ടും. മനസ്സിലായി? നിങ്ങൾക്ക് ഇനി ഇരുന്നോ, നിങ്ങൾക്ക് ഇനിയും കിട്ടും. ഇത്രയ്ക്ക് അധപ്പതിച്ച് പോകരുത് മനുഷ്യരായ, ഇത്രയ്ക്ക് അധപ്പതിച്ച് പോകരുത്. ഒരു സെൽഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുറച്ചെങ്കിലും വേണോടാ. ഒരു ചെറിയൊരു അഭിമാനം വേണം. മനസ്സിലായോ? ഇത്രയും തരം താഴ്ന്നു പോകരുത് നിങ്ങള്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തി നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.